പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റസൽമേനിയ 40-ൽ ദി റോക്ക് വേഴ്സസ് ട്രിപ്പിൾ എച്ച് തമ്മിലുള്ള മത്സരം വരുമോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. റസൽമേനിയ 40-ൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രസ് ഇവൻറ്റിൽ കോഡി റോഡ്സിന് എതിരെ വന്ന ദി റോക്കിൻ്റെ പ്രവൃത്തി ട്രിപ്പിൾ എച്ചിനെ വലിയ രീതിയിൽ ചൂടാക്കി. അതിനുശേഷം മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ട്രിപ്പിൾ എച്ചിൻ്റെ നേർക്ക് വന്നുകൊണ്ട് കോഡി റോഡ്സിനെ മര്യാദക്ക് നിലക്ക് നിർത്തിയില്ലെങ്കിൽ ഞങ്ങളായിരിക്കും കോഡി റോഡ്സിനെതിരെ ഇനി പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ള വലിയൊരു വാർണിങ്ങും ട്രിപ്പിൾ എച്ചിന് എതിരെ റോക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്മാക്ഡൗൺ എപ്പിസോഡിൽ വന്ന് റോക്കിനും അതുപോലെ തന്നെ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിനും വലിയൊരു മറുപടി എന്നോണം ട്രിപ്പിൾ എച്ച് പറയുന്നത് റസൽമേനിയ 40-ൽ കോഡി റോഡ്സ് തന്നെയായിരിക്കും റോമൻ റെയിൻസിൻ്റെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പിന് ചലഞ്ച് ചെയ്യുക എന്നുള്ളതുമാണ്. അപ്പോൾ ട്രിപ്പിൾ എച്ച് ഇങ്ങനെ ഡയറക്റ്റായി റോക്കിനെതിരെയുള്ള വെല്ലുവിളിക്കുള്ള മറുപടിയും ഒക്കെ കൊടുക്കുമ്പോൾ റസൽമേനിയ 40-ൽ ട്രിപ്പിൾ എച്ച് പിന്നെയും റിങ്ങിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ടോ? റസൽമേനിയ 40-ൽ റോക്കിൻ്റെ എതിരാളി ട്രിപ്പിൾ എച്ച് ആയിരിക്കുമോ എന്നുള്ള പലതരത്തിലുള്ള സംശയങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് നമുക്ക് പങ്കുവെക്കാനുള്ള ഒരു അപ്ഡേറ്റ് നിലവിൽ റെസ്ലിംഗ് ഒബ്സർവർ എന്ന് അറിയപ്പെടുന്ന ഡെയ്ൻ വെൽസർ റിപ്പോർട്ട് ചെയ്യുന്നത് ട്രിപ്പിൾ എച്ച് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിൽ നിന്ന് ഇനി പിറകോട്ട് ഇല്ല എന്നുള്ളതാണ്. അതായത് അദ്ദേഹം ഇനി റിങ്ങിലേക്ക് കയറാൻ യാതൊരുവിധ സാധ്യതയും ഇല്ല എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രിപ്പിൾ എച്ച് വേഴ്സസ് ദി റോക്ക് തമ്മിലുള്ള ഒരു മത്സരം നമുക്ക് റസൽമേനിയ 40-ൽ കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ട്രിപ്പിൾ എച്ചിൻ്റെ ഇനിയൊരു റെസ്ലിംഗ് മത്സരം WWE വേണ്ടി ഇനി ഒരിക്കലും കാണാൻ സാധിക്കില്ല എന്നുള്ളതും റെസ്ലിംഗ് ഒബ്സർവർ പറയുന്നുണ്ട്. റിട്ടയർമെൻറ്റ് മാത്രമല്ല, ട്രിപ്പിൾ എച്ചിന് ഹാർട്ട് സംബന്ധമായിട്ടുള്ള സർജറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇനി റിങ്ങിലേക്ക് കയറാൻ സാധിക്കില്ല എന്നുള്ളത് 100% ഷുവറാണ്. അതുകൊണ്ട് ആ ഒരു മത്സരത്തിന് യാതൊരുവിധ സാധ്യതയുമില്ല. അപ്പോൾ റോക്കിനെതിരെ ട്രിപ്പിൾ എച്ച് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ റോക്കിനെ ഒന്ന് വില്ലനാക്കി കാണിക്കണം. അതുപോലെ തന്നെ റോക്കിന് TKO എന്ന് പറയുന്ന ബോർഡ് ഓഫ് ഡയറക്ടർ ഗ്രൂപ്പിലെ ഒരു അംഗമെന്ന നിലയിൽ എപ്പോഴും ഇങ്ങനെ കത്തിച്ച് നിർത്തണം. അതായത് റോക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു പവർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് WWE സ്റ്റോറി ലൈനുകളിൽ ഉപയോഗിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള അത്തരത്തിലുള്ള ഒരു സ്റ്റോറി ലൈനാണ് അവർ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് എതിരെ നിൽക്കുന്ന ഒരു അതോറിറ്റി ഫിഗർ, ഒരു ഒഫീഷ്യൽ എന്നുള്ള നിലയിൽ ട്രിപ്പിൾ എച്ചും അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റോറി ലൈനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ട്രിപ്പിൾ എച്ച് വേഴ്സസ് ദി റോക്ക് തമ്മിലുള്ള ഒരു സ്റ്റോറിക്ക് നിലവിൽ യാതൊരുവിധ സാധ്യതയും ക്രിയേറ്റീവ് ടീം കാണുന്നില്ല. ആ ഒരു മത്സരവും വരാൻ പോകുന്നില്ല. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.